ഫ്രീ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ്. സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ആടുകൾ ഇതാണ്. വൈഡായിട്ട് ഏജൻസികൾ ബ്രാൻഡും മാർക്കറ്റും ഒക്കെ ചെയ്യുകയാണ് ഫ്രീ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ്. എന്താണ് ഇതിൻ്റെ വാസ്തവം? നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് ലോകത്ത് എളുപ്പത്തിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോകാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം ജർമ്മനിയാണ്. എന്തുകൊണ്ടാണ് ഫ്രീ ആയിട്ട് പോകാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ജർമ്മനിയിലുള്ള റിക്രൂട്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഒരു നേഴ്സിനെ ഇവിടെ നിന്ന് ഹയർ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ വലിയ ഹ്യൂജ് വേക്കൻസീസ് ഉള്ളതുകൊണ്ട് അവരുടെ ലാംഗ്വേജ് ട്രെയിനിങ് പേയ്മെൻറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും എക്സാം എഴുതാനുള്ള പേയ്മെൻറ്റും ചില ഏജൻസികൾ സ്റ്റൈഫൻറ്റും വരെ തരുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഓൺ ദി അതർ സൈഡ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജർമ്മനിലെ എല്ലാ റിക്രൂട്ടിംഗ് ഏജൻസികളും എല്ലാ ഹോസ്പിറ്റൽസും ഈ ഒരു ഓപ്ഷൻ തരുന്നില്ല. ഓരോ ഹോസ്പിറ്റലിൻ്റെയും റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെയും ഡിമാൻഡ് അനുസരിച്ചാണ് അവർ മാക്സിമം ഓഫറുകൾ നമുക്ക് തന്ന് നമ്മെ കൊണ്ടുപോകാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ഇൻ്റർവ്യൂവിന് പാസ്സാകാൻ വേണമെന്നുള്ളതും നമ്മളുടെ ഏജും നമ്മളുടെ എക്സ്പീരിയൻസും ഒക്കെ ഈ ഫ്രീ റിക്രൂട്ട്മെൻറ്റിന് ഘടകമാണ്. ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഡസൻ മീൻ ഏത് നേഴ്സിനും ഏത് പ്രായമുള്ളവർക്കും ഏത് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ളവർക്കും ഇത് കിട്ടുമെന്നുള്ളതിനകത്ത് അർത്ഥമില്ല. അതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് ഒരു സൈഡിൽ ഉള്ളപ്പോൾ തന്നെ ഒരുപാട് ഏജൻസികൾ ഇപ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് നേഴ്സുമാരെ കൊണ്ടുപോകത്തില്ല, അല്ലെങ്കിൽ ഒരു ചെറിയ പേയ്മെൻറ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ഇത്രയും ഓഫറുകൾ ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫ്രീ എന്നുള്ളത് അതിവേഗം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ B2 പാസ്സായ ഒരു നേഴ്സാണെങ്കിൽ, നിങ്ങൾ B2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേഴ്സാണെങ്കിൽ, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു നേഴ്സാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജർമ്മനിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നോക്കുക. ഈ ഫ്രീ എന്നുള്ളത് ഒരുപാട് കാലം നീണ്ടു നിൽക്കണമെന്ന് ഇല്ല.